പ്ലാമൂട് നിന്ന് ബസ്സും കാറും പോകുന്ന പ്ലാമൂടിലെ CCTV ദൃശ്യങ്ങൾ നിങ്ങൾ പല മാധ്യമങ്ങളിലും കൂടി നിങ്ങൾ സംപ്രേഷണം ചെയ്തിട്ടുള്ളതാണ്. ആ ബസ്സിന്റെ സ്പീഡും ആ കാറിന്റെ സ്പീഡും നോക്കിയാൽ ഈ രണ്ട് കാര്യങ്ങളും നടക്കുന്നതിനുള്ള സാഹചര്യമുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. ഞാൻ അതിനെക്കുറിച്ച് തർക്കിക്കാൻ ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പോലീസിനെ വിളിച്ച് അറിയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ പോലീസിനെ വിളിച്ച് അറിയിക്കുകയാണ് അവർ ചെയ്യേണ്ടത്. അത് ചെയ്യാതെ നിയമം കയ്യിലെടുത്തുകൊണ്ട് ബസ്സിന് പുറകെ കാറ് കൊണ്ടെടുത്ത നടപടിയാണ് മേയറും MLAയും സ്വീകരിച്ചത്. ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ വ്യക്തമാണ്. ഒന്ന്, ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പിലും പോലീസിലും വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ ഇവർ ഈ നടപടി സ്വീകരിച്ചിട്ടുള്ളത്? രണ്ട്, നിയമങ്ങൾക്ക് ഞങ്ങൾ അതീതരാണ് എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണോ? ഞങ്ങൾ ഭരണകക്ഷിയാണ്, ഭരണകക്ഷിയിലുള്ളവർക്ക് നിയമങ്ങളൊന്നും ബാധകമല്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണോ ഈ കൃത്യം അവർ ചെയ്തു? ഇനി നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കണം. എന്താണ്, ഇപ്പൊ മേയർ കാറിലിരുന്നു കൊണ്ട് സിറ്റി പോലീസ് കമ്മീഷണറെ വിളിച്ചു പറയുകയാണ്. സിറ്റി പോലീസ് കമ്മീഷണർ വിളിച്ചു പറയുകയാണ്, ഇത്ര നമ്പർ ബസ്സിൽ ഇരുന്ന ഡ്രൈവർ ഞങ്ങളോട് ഈ പ്രവൃത്തി ചെയ്തു എന്ന് മേയർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഫോണിൽ വിളിച്ചു പറയുന്നു വിചാരിക്കുക. അപ്പോഴെന്താണ് സംഭവിക്കുന്നത്? ഈ കാറ് പാളയത്തെത്തുമ്പോഴോ അല്ലെങ്കിൽ PMGയിൽ എത്തുമ്പോഴോ മറ്റെവിടെയെങ്കിലും ഒരു പോലീസ് വാഹനം വളരെ വേഗത്തിൽ വന്ന് ബസ്സിന് മുന്നിൽ കുറുകെ നിർത്തി ആ ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുക്കും. ഇതല്ലേ ഒരു ഇപ്പോ മേയർ അല്ലെങ്കിൽ MLA പോലീസ് ഓഫീസറെ വിളിച്ചു പറഞ്ഞാൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്ത് കണ്ടാൽ, പാളയത്ത് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് നടയിൽ അല്ലെങ്കിൽ ഓവർബ്രിഡ്ജിൽ പോലീസ് വാഹനം അതിവേഗം വന്ന് ഈ ഡ്രൈവർ ഈ ബസ്സിനെ ക്രോസ് ചെയ്ത് ആ ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുക്കും. ഇതല്ലേ സംഭവിക്കാൻ പോകുന്നത്? ആ പോലീസ് ചെയ്യേണ്ട ജോലിയാണ്, അല്ലെങ്കിൽ ആ പോലീസ് നിയമപാലകന്മാരായിട്ടുള്ള നിയമം നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ ചെയ്യുമായിരുന്ന ജോലിയാണ് ഇവർ നിയമവിരുദ്ധമായ മാർഗത്തിലൂടെ ഇവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നിട്ട് ബഹുമാനായ MLA ആ വാഹനത്തിലേക്ക് കയറിയിട്ട് പറയുകയാണ്, ഈ ബസ്സിന് പോയില്ല. എന്നിട്ട് ഡ്രൈവറോട് പറയുന്നു, വണ്ടി ഒതുക്കിയിട് എന്ന് പറഞ്ഞിട്ട് കണ്ടക്ടറുടെ സീറ്റിലിരുന്ന് വണ്ടി ഒതുക്കിയിടെന്ന് പറഞ്ഞിട്ട് ഇനി വണ്ടി മുന്നോട്ട് പോവില്ല എന്ന് പറഞ്ഞിരിക്കുക. എന്നിട്ട് ബഹുമാനപ്പെട്ട A. റഹീം MP ഇന്ന് പറഞ്ഞിരിക്കുന്നത്, ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്ത് തമ്പാനൂർ വരെ യാത്ര ചെയ്യാനാണ് നമ്മുടെ MLA കയറിയെന്നാണ്. ഒരു കാറിൽ വന്ന MLA അവിടെ നിർത്തിയിട്ട് ബസ്സിൽ കയറി അദ്ദേഹത്തിന് തോന്നുകയാണ്, എന്നാൽ എന്നെ ടിക്കറ്റ് എടുത്ത് ബസ്സിൽ യാത്ര ചെയ്തിട്ട് ഒരുപാട് ദിവസമായി, എന്നാൽ പിന്നെ നമുക്കൊന്ന് ബസ്സിൽ കയറി തമ്പാനൂർ വരെ ഒന്ന് യാത്ര ചെയ്ത് കളയാം എന്ന് കരുതിയാണ്. എത്ര അപഹാസ്യമായ ഒരു ന്യായീകരണമാണ് ഒരു രാജ്യസഭാ അംഗത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഏഷ്യാനെറ്റിനോടാണ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, A. റഹീം MP യാണ് ഈ കണ്ടക്ടർ ആദ്യമായി വിളിക്കുന്നത്. A. റഹീം MP. ഇന്ന് കണ്ടക്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, MLA ബസ്സിനുള്ളിൽ കയറിയിട്ട് ടിക്കറ്റ് ചോദിച്ചു എന്നതാണ്. അതാണ് കണ്ടക്ടറുടെ ഭാഷ്യം. അതാണ് ഇദ്ദേഹം പറഞ്ഞതാണോ, ആരെങ്കിലും പറഞ്ഞു കൊടുത്താണോ? പക്ഷെ ആര് പറഞ്ഞു കൊടുത്താലും അതുപോലെ പറയാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളാണ് കണ്ടക്ടർ എന്ന് മനസ്സിലാവും. കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോ റിപ്പോർട്ട് ചെയ്യേണ്ടത് പോലീസിലോ അതല്ലെങ്കിൽ KSRTCയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് ചെയ്യേണ്ടുന്ന കണ്ടക്ടർ നേരെ പറഞ്ഞിരിക്കുന്നത് രാജ്യസഭാ അംഗമായിട്ടുള്ള ശ്രീ A. റഹീമിനോടാണ്. അദ്ദേഹമാണ് ഇത് കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്. എന്നിട്ട് ഇന്ന് അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആവർത്തിക്കാം. കാരണം അന്ന്
ഒരു സോറി പറയണമെന്ന് കണ്ടക്ടർ ഡ്രൈവറോട് പറഞ്ഞു. സോറി പറഞ്ഞാൽ തീരും. ഇത് രാജ്യസഭാംഗമായിട്ടുള്ള ശ്രീ എ റഹീം അദ്ദേഹത്തോട് പറഞ്ഞതാണ്. രണ്ട്, അടുത്ത കാര്യം, KSRTCയുടെ ബസ്സിലെ CCTVയിൽ നിന്നുള്ള മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു. ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു എന്ന വിവരം അടുത്ത ദിവസം രാവിലെ അത് ഇൻസ്പെക്ടർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അടുത്ത ദിവസം രാവിലെ ഈ ബസ് ഈ സംഭവത്തിന് ശേഷം ഏകദേശം 3-4 മണിക്കൂർ ഈ ബസ് പാളയത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ ബസ് 3 മണിയോട് കൂടിയിട്ടാണ് തമ്പാനൂർ സ്റ്റേഷനിൽ എത്തുന്നത്. അവിടുത്തെ ചെക്ക് ലിസ്റ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് 3 മണിക്ക് ഡ്രൈവർ ഏതു ബസ് കൊണ്ടിട്ടു എന്നുള്ളതാണ്. അപ്പോ ഡ്രൈവർ ഏതോ ഇരിക്കുന്നത് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലാണ്. 10:30 മണി മുതൽ കന്റോൺമെന്റ് പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന യദു 3 മണിക്ക് ഈ ബസ് കൊണ്ട് തമ്പാനൂരിൽ ഇട്ടു എന്ന് ചെക്ക് ലിസ്റ്റിൽ എഴുതി വെച്ചിരിക്കുകയാണ്. 3 മണിക്ക് ബസ് അവിടെ കൊണ്ടിടുന്നത്. ഇത് വളരെ ദുരൂഹമായിട്ടാണ് തോന്നുന്നത്. ഒരു സിനിമയിലെ ഉമ്പടി 2 സ്ഥലത്തും കാണുന്നത് പോലെയാണ് ഇപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ 3-4 മണിക്കൂർ ബസ് ഇവിടെ കിടന്ന സമയത്ത് ഇതെടുത്തിരുന്നില്ലേ? ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അന്ന് ആ ബസ്സിന് സമീപം ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ടായിരുന്നോ? ഡ്രൈവർ യദുവിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ആദ്യം കൊണ്ടുപോയത് മെഡിക്കൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മെഡിക്കൽ എടുത്ത് മടങ്ങി ഈ ബസ്സിനടുത്ത് വന്ന അദ്ദേഹത്തിന്റെ ബാഗ് പോലീസിന്റെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം ബാഗ് എടുക്കുന്നത്. പക്ഷെ അപ്പോൾ കണ്ടക്ടർ അവിടെ ഉണ്ടായിരുന്നു. കണ്ടക്ടർ യദുവിനോട് പറഞ്ഞത് MLA അല്പസമയം മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് കണ്ടക്ടർ യദുവിനോട് പറഞ്ഞത്. ഈ പുലർച്ചെ 3 മണിക്ക് ബസ് തമ്പാനൂര് ബസ് സ്റ്റാൻഡിലെത്തുന്നു. 3 മണി കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത ട്രിപ്പ് പോവുകയും ചെയ്യാം. ഒന്ന്, ഈ സമയത്തിനുള്ളിൽ ഇത് പോയിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണവും നടക്കുന്നില്ല. 2, ഈ സംഭവം നടന്നപ്പോൾ തന്നെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണം എന്ന് ആ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരനോട് ആവശ്യപ്പെടുകയും അയാൾ ഡിലീറ്റ് ചെയ്തു എന്ന് മാത്രമല്ല ട്രാഷിൽ നിന്ന് വരെ അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും KSRTC ബസ്സിനകത്ത് CCTV ക്യാമറയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് MLA ബസ്സിനകത്ത് കയറിയിട്ടുള്ളത്. അതിനുശേഷമാണ് CCTVയുടെ മെമ്മറി കാർഡ് നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എന്ന് ഞാൻ ന്യായമായി സംശയിക്കാം. മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടാലും അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് ബഹുമാനപ്പെട്ട MLAയും ബഹുമാനപ്പെട്ട മേയറുമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അവിടെ നടന്ന സംഭവങ്ങൾ ദൃശ്യരൂപത്തിൽ പൊതുസമൂഹത്തിലെത്തിയാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. ഡിലീറ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് CCTV ക്യാമറ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് തമ്പാനൂരിലേക്ക് പോകാൻ ഒരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മുടെ MLA ബസ്സിനകത്തോട്ട് കയറിയത്. ഒരു 750 രൂപയ്ക്ക് ഒരു ദിവസം ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയോട്
വളരെ അപമര്യാദയായ രീതിയിൽ, വളരെ മോശമായ രീതിയിലുള്ള സംഭവങ്ങൾ ചെയ്തിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങളെല്ലാം ഒന്നിച്ച് അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഇത്രയും ദിവസമായിട്ടും സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ ഉണ്ടായിരുന്നിട്ട് പോലും FIR എടുക്കാതെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിൽക്കുന്നെങ്കിൽ അവർക്ക് ശക്തമായ നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഗവൺമെന്റിലെ ഏതെങ്കിലും ഒരു ഉന്നതന്റെയോ വളരെ ശക്തമായ നിർദ്ദേശമില്ലാതെ നിയമവിരുദ്ധമായ നടപടിക്ക് താഴെ തട്ടിലെ പോലീസുകാർ തയ്യാറാവുകയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് അടിയന്തരമായി FIR എടുക്കണം. ബന്ധപ്പെട്ട ആളുകൾക്കെതിരെ കൃത്യമായ നടപടികൾ ഉണ്ടാകണം. FIR എടുക്കുന്നതിൽ കുറ്റകരമായ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായി സുപ്രീം കോടതി നിർദ്ദേശിച്ച പ്രകാരമുള്ള നടപടി സ്വീകരിക്കണം എന്നും ആവശ്യപ്പെടുകയാണ്. ഈ വണ്ടി അവിടെ തടഞ്ഞതിന് ശേഷം കുറെ അധികം സമയം വണ്ടിയുടെ കിടപ്പുണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യം വന്നു, പിന്നെ KSRTCയുടെ വിജിലൻസിന്റെ വിഭാഗം അവിടെ പരിശോധന നടത്തിയ വണ്ടിയിൽ. സാധാരണ രീതിയിൽ KTC ഓഫീസിന്റെ ഒരു ബഹളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എടുക്കുന്ന CCTV വിഷയമായിരിക്കും. സ്വാഭാവികമായി പോലീസ് അത് എടുത്തിട്ടുണ്ടാവില്ലേ? പോലീസ് ഇപ്പൊ ആ പരിസരത്തുള്ള CCTV ദൃശ്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളുടെ മാധ്യമങ്ങളിലെല്ലാം വന്നിട്ടുള്ളതാണ്. ഇതിനകത്തുള്ള ദൃശ്യങ്ങൾ എടുക്കേണ്ടത് പോലീസായിരുന്നു ആദ്യം. പോലീസ് ആ ദൃശ്യങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ആ മെമ്മറി കാർഡ് എടുക്കാൻ പോലീസാണ് ചെയ്യേണ്ടത്. പോലീസ് അത് ചെയ്തില്ല. എന്നിട്ട് കഴിഞ്ഞ ദിവസമാണ് പോലീസ് പോയി മെമ്മറി കാർഡ് ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നത്. മെമ്മറി കാർഡ് അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് മെമ്മറി കാർഡ് ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ പോലീസ് പോയിട്ടുള്ളത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട എന്ത് അന്വേഷണമാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്ന് ഇവരെ എല്ലാം അറിയിച്ചതിന് ശേഷമാണ് അവിടെ പോകുന്നത്. അതുകൊണ്ടാണ് ഈ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാകാത്തതും ആകെ ഇത്തരത്തിലുള്ള നടപടികൾ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെ സംരക്ഷിക്കാനുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ഉന്നത തലത്തിലുള്ള ഇടപെടൽ കൊണ്ടാണ് പോലീസുകാരെ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ആരാണ് ഈ നടപടി എടുക്കുക? ഈ ഉന്നത തലത്തിലുള്ള ആരെങ്കിലും ഈ പോലീസുകാർക്കെതിരെ FIR നടപടി? പോലീസുകാർക്കെതിരെ നടപടി എടുക്കണമെന്ന് ഞാൻ പറയുന്നത് സുപ്രീം കോടതി നിങ്ങൾക്കെല്ലാം തരും. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്. സുപ്രീം കോടതിയാണ് വളരെ വ്യക്തമായിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു നടപടി എടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അല്ല, ഇതൊരു നിയമവ്യവസ്ഥയിൽ നിൽക്കുന്ന നാടല്ലേ, എവിടെയെങ്കിലും ചെയ്യണ്ടേ? ഇതല്ലെങ്കിൽ പിന്നെ കോടതിയെ സമീപിക്കേണ്ടി വരില്ലേ? അത് കോടതിയെ സമീപിച്ചായിരുന്നാലും ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി എടുക്കും. ഈ യദു എന്നുള്ള ഡ്രൈവർക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും. അല്ല, ഇപ്പൊ പാസ് ഇല്ല എന്നൊരു പ്രശ്നമുണ്ട്. ഞാൻ പാസ് ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ. ഞാൻ ആദ്യം MLA ആയപ്പോഴും ഇടയ്ക്ക് ഇത് മാറിയെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇന്ന് വരെ പാസ് ഉപയോഗിച്ച് യാത്ര ചെയ്തിട്ടില്ല. മെമ്മറി കാർഡ് ഇപ്പൊ അവിടെ ഇല്ല. അതെ, അതാണ് മെമ്മറി കാർഡ് പരിശോധിക്കാൻ പോലീസ് പോകുന്നത് തന്നെ മെമ്മറി കാർഡ് അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ്. മെമ്മറി കാർഡ് അവിടെ വളരെ ക്ലിയർ അല്ലേ? ഈ മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ അവിടെ നടന്ന മുഴുവൻ സംഭവങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് മനസ്സിലാക്കുന്നത് ആർക്കാണ് ദോഷം, അത് നഷ്ടപ്പെടുന്ന ആർക്കാണ് ഗുണം എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഈ ഡയറക്റ്റീവ് അനുസരിച്ച് കേസെടുക്കണമെന്ന് പറയുന്നു. പക്ഷെ ഇപ്പൊ ആലപ്പുഴയിൽ ഒരു സംഭവം ഉണ്ടായപ്പോഴത്തേക്ക് അവിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർക്കെതിരെ കേസെടുക്കണമെന്ന് അവിടുത്തെ കോടതി നിർദ്ദേശിച്ചിട്ട് അതിനകത്ത് ഇതുവരെ തുടർ നടപടി ആയിട്ടില്ല. അപ്പൊ ഇവിടെ എങ്ങനെ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഒരു ഇത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും? ഈ കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാവും. നടപടി എടുത്തില്ലെങ്കിൽ ഈ കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാവും.
കോടതിയെ സമീപിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവും. ഈ കണ്ടക്ടറുടെ ഇതിനകത്തൊരു അന്വേഷണം പോലും നടത്തരുതെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പ്രിലിമിനറി ഇൻക്വയറി ഏതൊക്കെയായാലും നടത്തും. 126 വായിച്ചോളാം. ആസ് ടു വാട്ട് ടൈം and in which cases preliminary inquiry is to be conducted will be depend on the facts and circumstances of each cases. The category of cases in which preliminary inquiry may be made are as under: 1, matrimonial dispute and family disputes; 2, commercial offences; 3, medical negligence cases; 4, corruption cases. പിന്നെ in cases where there is abnormal delay, ഒരു കേസെടുക്കുന്നതിൽ അബ്നോർമൽ ഡിലേ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനകത്ത് കണ്ടക്ടറുടെ ഒരു റോൾ എങ്ങനെയാണ് കാണുന്നത്? കണ്ടക്ടർ ഏത് റോൾ എടുക്കുമെന്ന് അദ്ദേഹം റഹീമിനെ വിളിച്ചതിലൂടെ വ്യക്തമായില്ലേ? കണ്ടക്ടറിന് എന്താണ് പറയാൻ പോകുന്നത് എന്ന് വളരെ വ്യക്തമല്ലേ? അദ്ദേഹം നേരെ വിളിക്കുന്നത് രാജ്യസഭാ അംഗത്തെയാണ്. അദ്ദേഹത്തിന് ബന്ധമുള്ള ഏറ്റവും അടുപ്പമുള്ള ഒരാളിനെയാണ് വിളിക്കുന്നത്. അപ്പൊ അദ്ദേഹം KSRTCയുടെ DTO അല്ലെങ്കിൽ KSRTCയുടെ ഓഫീസർമാരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് ഓഫീസർമാരെയോ ഒന്നുമല്ല വിളിക്കുന്നത്. അദ്ദേഹം വിളിക്കുന്നത് രാജ്യസഭാ അംഗത്തെയാണ്. അപ്പൊ എന്ത് വാദങ്ങളാണ് അദ്ദേഹം ഇനി ഓരോ ദിവസവും നടത്താൻ പോകുന്നത് എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് അൺറിലയബിൾ ആയിരിക്കും, ഒരു സംശയമില്ല. അല്ല, യൂണിയൻ ഒന്നും യദു ഒരു യൂണിയനിൽപ്പെട്ട ആളല്ല, ഞങ്ങളുടെ യൂണിയനും ഇല്ല, ഏതെങ്കിലും യൂണിയനിലുള്ള ആളാണെന്ന് പോലും നമുക്കറിയില്ല. വണ്ടി ലോങ് ട്രിപ്പ് വരുന്ന ഒരു വണ്ടിയാണ്. സ്വാഭാവികമായും ബുക്ക് ചെയ്ത് വന്ന ആളുകളൊക്കെ ആ വണ്ടിയിലുണ്ടാവും. അതാണ് പോലീസ് അന്വേഷണം. എങ്ങനെയാണ് ഇപ്പൊ ഇത് കണ്ടില്ലേ? മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിന് ശേഷം മെമ്മറി കാർഡ് അന്വേഷിച്ചു പോയിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞില്ലേ? ഇനി വന്ന ഉദ്യോഗസ്ഥന്മാർ ഇതിൽ യാത്ര ചെയ്ത യാത്രക്കാരുടെ മൊബൈൽ ഫോണുകൾ തപ്പി അവരെ പോയി കണ്ട് ക്യാൻവാസ് ചെയ്ത് അവർക്ക് ഇവർ കൊടുക്കുന്ന ഒരു വെർഷൻ പറയാൻ തയ്യാറായി വന്നാൽ അങ്ങനെയുള്ള ആളുകളുടെ നമ്പർ ഇവർ പോലീസിന് കൈമാറും. പോലീസ് അവരോട് പോയി ചോദിക്കും, അവർ കൃത്യമായി പറയും ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയും. യാത്രക്കാരുടെ വിവരങ്ങളാണ് ഒരു സ്വകാര്യത പ്രശ്നമുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു കേസുമായി ബന്ധപ്പെട്ട് അത് കളക്ട് ചെയ്യാൻ പോലീസിനോ അല്ലെങ്കിൽ അല്ല, സ്വകാര്യ വിഷയങ്ങളല്ല, അതിൽ സ്വകാര്യതയില്ല. കാരണം ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പോൾ ഇവരുടെ നമ്പർ കൂടി കൊടുത്തിട്ടാണല്ലോ ഓൺലൈൻ ബുക്ക് ചെയ്യുന്നത്. സ്വാഭാവികമായ ആ നമ്പർ എടുത്ത് പോലീസിനെ അന്ന് രാത്രി തന്നെ വിളിച്ച് ചോദിക്കാമല്ലോ. അന്ന് ചോദിച്ചിട്ടില്ല. പോലീസ് വന്ന് നിൽക്കുമ്പോഴാണ് കാർ ഇതിന്റെ മുന്നിൽ കിടക്കുന്നത്, അല്ലേ? അപ്പൊ ഇനി നാളെ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ പോലീസ് ആർക്കും വരെ കേസെടുക്കില്ല. ഇപ്പൊ ഏത് ബസ്സിന് നേരെയും ആർക്കും തോന്നുകയാണ് നമ്മളൊരു കാർ ഓടിച്ച് പോലീസ് കുറെ നേരം ബസ് തടസ്സപ്പെടുത്തിയിടാം, ഒരു രസത്തിന് ആരെങ്കിലും ബസ് തടസ്സപ്പെടുത്തിയിടാം. പോലീസ് വന്ന് അന്വേഷിക്കുമ്പോൾ ലൈംഗിക ചേഷ്ട കാണിച്ചു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞാൽ പോലീസ് കേസെടുക്കില്ലേ? എന്താണ് ഇനി ഇത്ര? നിങ്ങൾ KSRTCയിൽ പോയി അന്വേഷിക്കണം. 100 കണക്കിന് കേസുകളാണ് ഇത്തരത്തിലെടുത്തിട്ടുള്ളത്. എല്ലാം കേസ് കൊടുത്തിട്ടുള്ളത്, പരാതി കൊടുത്തിട്ടുള്ളത് KSRTCയുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ. ഇതുപോലുള്ള സംഭവം ഉണ്ടാകുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പോകും. എന്നാൽ ഈ കേസ് ഒത്തുതീർപ്പാക്കരുത് എന്ന് പോലും ഞാൻ പറഞ്ഞ സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു കേസ് ഉണ്ടായാൽ പലപ്പോഴും നമ്മുടെ ജീവനക്കാരും ഈ പ്രവൃത്തി ചെയ്ത പ്രതികളും തമ്മിൽ ഒത്തുതീർപ്പുണ്ടാകുന്നു എന്ന് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് KSRTCയുടെ CMD ഒരു സർക്കുലർ ഇറക്കിയത്. ഈ കേസ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ഒത്തുതീർപ്പ് പോലും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അത്രയധികം ഗൗരവത്തോടു കൂടിയിട്ടാണ് KSRTC ഇത്തരം സംഭവങ്ങളെ കാണുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സർക്കുലർ ഇറക്കിയത്. ആ സർക്കുലർ പോലും, അത്തരത്തിലുള്ള അതീവ ഗൗരവത്തോടു കൂടി ഇറക്കിയ ഒരു സർക്കുലർ പോലും ഭരണകക്ഷി MLAയുടെയും മേയറുടെയും മുന്നിൽ അപ്രസക്തമായി പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയും. പൊതുസമൂഹത്തിൽ ഒരു നീതിമാനായ ഒരു മന്ത്രിയാണല്ലോ